നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിയുമ്പം കൂടുതൽ റീൽസ് നമ്മൾ കാണുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ബി യുവർ ഓൺ ഹോം, ഹീൽ അലോൺ, ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ എനി വൺ എന്നൊക്കെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഇത് ഭയങ്കര എംപവറിംഗ് ഒക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയുള്ളൊരു കാര്യമല്ല. ഒരു മനുഷ്യനിൽ നമ്മൾ കംഫേർട്ട് കണ്ടെത്തുന്നതും അവർ നമ്മളെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നതും ഒക്കെ ഒരിക്കലും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് തോന്നുന്ന വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ തന്നെ വി ആർ ആക്ച്വലി വയേർഡ് ഫോർ കണക്ഷൻ എന്നാണ്. അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ അവർ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഒരു മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ള നമ്മുടെ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ക്ലോസ്നെസ്സിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്രേവിങ്, റീഅഷുറൻസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്രേവിങ് എന്നൊക്കെ പറയുന്നത് പ്യുവർ ബയോളജിക്കൽ നീഡാണ് എന്നുള്ളത്. അതായത് അത്രയും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റു മനുഷ്യരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ തോന്നുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ആളുകളുമായിട്ടുള്ള ഈ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ, അതൊരിക്കലും നമ്മുടെ ഒരു വീക്ക്നെസ് അല്ല കാണിക്കുന്നത്. അറ്റാച്ച്മെൻറ്റിലൂടെ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓഫ് കോഴ്സ് ഇതിലൊരു കാര്യമുള്ളത് ഹെൽത്തി ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ഒരു സംഭവം എന്തായാലും അതിലുണ്ട്. അതായത് നമ്മളെ തന്നെ മറന്നിട്ട് ഒരാളുടെ പുറകെ പോവുക എന്നുള്ളൊരു കാര്യമല്ല കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരാളിൽ ഇമോഷണലി കണക്റ്റഡ് ആകുമ്പോൾ, നമുക്ക് സേഫാന്ന് തോന്നുന്ന ഒരാളായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്കും അവരെ നമ്മൾ ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യും. ഇത് ശരിക്കും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി മുതൽ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ഒരു റീല് കാണുന്ന സമയത്ത് അതിൽ യു ഷുഡ് നീഡ് എനി വൺ എന്നുള്ള രീതിയിലൊക്കെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിലും അവർ ഇന്റർഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മനുഷ്യനും വേണ്ടാതെ ഹൈപ്പർ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതല്ല. അപ്പോൾ അത് നമുക്ക് ഒരു കണക്ഷൻ വേണമെന്ന് നമ്മൾ ക്രേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ തന്നെയാണ് മനുഷ്യർ ഹീൽ ചെയ്യുന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ഒരൊറ്റ കാര്യം നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ആരുടെ അടുത്താണ് ഷെയർ ചെയ്യുന്നത്, ആരുമായിട്ടൊന്ന് കണക്ഷൻ ഉണ്ടാകുന്നത്, അത് നിങ്ങൾക്ക് സേഫ് കണക്ഷൻ ആണോ, നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് അവരുടെ കൂടെ ബൗണ്ടറീസ് ഒക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം നോർമലാണ്. മനുഷ്യരെ ആശ്രയിക്കുന്നതും അതിൽ നിന്ന് ഹീലിംഗ് ഉണ്ടാവുന്നതും ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ.